ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്ത് ഏവർക്കും പുതിയ വീഡിയോയിലുള്ള സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് 2025 മോഡൽ ടൈഗൂൺ കംഫർട്ട് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് കംഫർട്ട് ലൈൻ വൈൽഡ് ചെറി റെഡ് എന്ന മോഡലാണ്. സോ ഇത് ഞാൻ CSD ക്യാൻറ്റീൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ എടുത്ത വണ്ടിയാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാം ഷെയർ ചെയ്യാം. വളരെ വളരെ വാല്യൂ ഫോർ മണി വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ലൈനാണ്. സോ ഇതിനകത്ത് കുറച്ച് ഞാൻ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഈ വണ്ടി ഒന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ വണ്ടി ഞാൻ CSD എടുത്തപ്പോൾ എനിക്ക് ഏകദേശം 9,52,000 രൂപയാണ് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണ്. വണ്ടി എടുത്തതിന് ശേഷം ആദ്യം തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗോ നോക്കിയാണ് മനസ്സിലാകാം. ലോഗോക്കൊപ്പം തന്നെ ഈ നമ്പർ നോക്കിയാണ് മനസ്സിലാകാം. കേരളത്തിൽ വളരെ റെയറായിട്ട് കാണുന്ന നമ്പറാണ് 25BH. ഓക്കെ, ഇത് ഭാരത് രജിസ്ട്രേഷൻ നമ്പറാണ്. അതുപോലെ ഞാൻ ഫസ്റ്റ് VWയുടെ ലോഗോ അതിനെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ സ്ട്രിപ്പായിരുന്നു, ആ ക്രോമിൻ്റെ സ്ട്രിപ്പിനെയും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മോഡലിൽ ഫോഗ് ലാമ്പ് കിട്ടില്ല. ഓക്കെ, ഞാനിവിടെ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തത് സർവീസ് സെൻറ്റർ വഴിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ DRL കാണാം നിങ്ങൾക്ക്. DRL സിമ്പിളായിട്ടുള്ള DRL ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് വരുന്ന ഹെഡ് ലാമ്പ് സ്റ്റോക്ക് ആയിട്ടുള്ള ഹെഡ് ലാമ്പായ ഹാലജനാണ്. ഞാനിതിനെ ചേഞ്ച് ചെയ്ത് LED ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലാണിത്. ബേസ് മോഡൽ കംഫർട്ട് ലൈനിൽ അലോയ് വീൽ വരില്ല, പക്ഷേ ഞാനിവിടെ അലോയ് വീല് ഹൈ ലൈൻ്റെ അലോയ് വീല് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ചിൻ്റെ ടയറാണുള്ളത്. അതിനൊപ്പം തന്നെ കാലിപ്പറിനകത്ത് റെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് എസ്തെറ്റിക്കൽ ലുക്കായിട്ട് മാറ്റാനായിട്ട് വണ്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലെ ക്ലാഡിങ് സെയിം ബ്ലാക്ക് തന്നെയാണ്. ORVM സെയിം കമ്പനി കളർ തന്നെയാണ്. പക്ഷേ ജസ്റ്റ് ഇതിനെയും കൂടി ഒന്ന് ORVMനെയും കൂടി ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ഡോർ എഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ബാക്ക് വീലിൽ സെയിം ബ്ലാക്ക് തന്നെയാണ്. സോ അതിൻ്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഞാനൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന, ഓക്കെ, ഇത് സ്റ്റോക്കായിട്ടുള്ള മറ്റേ ആൻറ്റിനയായിരുന്നു. അതിന് പകരമായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള നല്ലൊരു ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുക. ഇതിന് ഏറ്റവും വളരെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാക്ക് സൈഡിലെ റിയർ വൈപ്പർ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഡീഫോഗറും ഇല്ല, റിയർ വൈപ്പറും ഇല്ല. സോ ഇതൊന്ന് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ടൈഗൂൺ, ഓക്കെ, ടൈഗൂൺ എന്ന് എഴുതിയേക്കുന്ന TSA എന്ന് എഴുതിയേക്കുന്ന ഈ രണ്ട് കാര്യങ്ങളെയും ഡീക്രോം ചെയ്യാൻ പ്ലാനുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ഇത് VWയുടെ ലോഗോ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡിക്കി വളരെ മോശം ഇല്ല, ഒട്ടും വലിയ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ ഒരു ചെറിയൊരു കുടുംബത്തിന് പോകാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊള്ളും. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇവിടെ നോക്കിയിട്ട് സൈഡ് പ്രൊഫൈൽ സെയിം ബ്ലാക്ക് ഔട്ട് തന്നെയാണ് വീൽ ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് ഒരു നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് എന്നൊരു ഡുവൽ കോമ്പോയിലാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ ഞാൻ വരുത്തിയ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആൻഡ്രോയിഡ് ഓട്ടോയുള്ള ഡിസ്പ്ലേ ആണ്. ഇവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അതിന് പകരം ഞാൻ 10.5 ഒരു ഡിസ്പ്ലേ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീലിൻ്റെ കവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അനലോഗ് നിങ്ങൾക്ക് കാണാൻ ഡിജിറ്റൽ അനലോഗ് അല്ല, സിമ്പിളായിട്ടുള്ള അനലോഗാണ് ഇതിനകത്തുള്ളത്. സോ ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഏതൊരെണ്ണം പവർ കേബിൾ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. സോ AC ഒരല്പം മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ്. ടൈഗൂണിനകത്ത് AC മോശമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത്രയ്ക്ക് മോശമല്ല. നല്ലൊരു പീക്കായിട്ടുള്ള ചൂടുള്ള സമയത്ത് ഏത് വണ്ടിയായാലും മോശം ആണ്. അത് ഏത് വണ്ടിക്കായാലും മോശമാണ്. പക്ഷേ ഇതിനൊരല്പം പവർ കുറവുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ അത് ഒരല്പം AC 2ലോ 3ലോ ഇടേണ്ടി വരും നല്ലൊരു കൂളിംഗ് കിട്ടാനായിട്ട്. ഒരു സ്പ്രേ, ഇതിൻ്റെ പേര് മറന്നുപോയി എന്താണെന്ന്, പക്ഷെ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൂളിംഗ് വെള്ളം ഒഴിച്ച് അതിനകത്ത് ചെറിയ ഡ്രോപ്പ് ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിനുശേഷം ഇവിടെ ഈ സ്റ്റോക്കായിട്ടുള്ള സീറ്റാണ്. ആ സീറ്റിനകത്ത് ഞാനിവിടെ ഒരു കളർ കോംബോ ചെയ്തിരിക്കുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന കോംബോയാണ്. പക്ഷേ ഈ സീറ്റ് ഞാൻ ചെയ്തത് ദില്ലിയിൽ നിന്നാണ്. പക്ഷേ വളരെ മോശമായിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് നമുക്ക് പഴയ ഇതിൻ്റെ സ്റ്റോക്കായിരുന്നു ഒന്നുകൂടി നല്ലത്. ഇത് ചൂട് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിയർക്കുന്ന സപ്പോർട്ട്. ഇതിനകത്ത് വെൻറ്റിലേറ്റർ സീറ്റും കാര്യങ്ങളൊന്നുമില്ല. കംഫോർട്ടബിളായിരുന്നു. ബേസ് മോഡലായതുകൊണ്ട് തന്നെ
പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നി എനിക്ക്. ഇതിൻ്റെ ഒരു പാർക്കിംഗ് ആണ്. നമ്മുടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ പോയിട്ട്, അതായത് നമ്മളിതിങ്ങനെ താത്തി, ഓക്കെ, ഇതിങ്ങനെ താത്തിയതിന് ശേഷം നമ്മളിതിങ്ങനെ വലിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ചെന്നാൽ മാത്രമേ അത് കണക്റ്റ് ആവുന്നുള്ളൂ. അതിനിടയിലൊന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് ഇതിന് തൊട്ട് താഴെയുള്ളതിനകത്തൊക്കെ ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇത് എൻഗേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പലവട്ടം കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ ഒരു വ്യൂ. റിയർ പാസഞ്ചർ സീറ്റിലാണെങ്കിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വണ്ടി ഡ്രൈവറിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ്. സോ അതുപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ, ബാക്കിൽ നോക്കുക, സീറ്റ് വളരെ മോശമല്ലാത്ത രീതിയിലാണ്. ഇതിനകത്ത് 3 പേർക്ക് ഇരുന്ന് പോവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 പേർക്ക് ഇരിക്കാൻ ഇവിടെ പറ്റുകയുള്ളൂ. സോ ഈ ഗ്യാപ്പ് നോക്കിയിട്ട് നീ റൂമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ട്, അത്യാവശ്യമുണ്ട്. മറ്റുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യമുണ്ട്. 2 പേർക്കും ഒരു കുട്ടിക്ക് ഇരുന്ന് പോകാൻ പറ്റും. 3 പേര് ഇരുന്ന് പോയാൽ വളരെ ടൈറ്റ് ആയിരിക്കും. വളരെ ടൈറ്റ് മീൻസ് ഇരുന്ന് പോകാൻ വളരെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത്ര കംഫർട്ടബിൾ അല്ല. വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈഗുണിനകത്ത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ്. സത്യം പറയാം, അത് ഞാനതിന് ശേഷം ഈ വണ്ടി എടുത്ത എൻ്റെ ഫസ്റ്റ് ഓണറാണ്. ഈ വണ്ടി എടുത്ത് ഓടിച്ചതിന് ശേഷമാണ് ഞാൻ വണ്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. മുന്നേ ഡ്രൈവ് ചെയ്യായിരുന്നു, ഹെവി വെഹിക്കിൾസൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വെഹിക്കിൾസ് വളരെ കുറവായിട്ടാണ് ഡ്രൈവ് ചെയ്തത്. പക്ഷേ അത്രയ്ക്ക് പെർഫെക്ഷൻ ഇല്ലായിരുന്നു. എനിക്ക് വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ്. നമ്മളൊരു സാധാരണക്കാരന് വേണ്ട കാര്യം എന്താണ്? ആ വണ്ടി അയാളെ ചതിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ വണ്ടി കാലും എടുത്തു കഴിഞ്ഞാൽ പറന്നും പോകണം. അതായത് നമുക്കൊരു ഫീലിങ്സ് കിട്ടണം. നമ്മളൊരു യങ്ങായിട്ടുള്ള ഒരാളാണ്, അപ്പം നമുക്കൊരു ഫീലിങ്സ് കിട്ടണം. ആ വണ്ടി ഓടിക്കണം, നമ്മളെന്തോ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് കണ്ടിട്ടുണ്ട്, ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് ഓടിച്ചിട്ടുണ്ട്. അതായത് വളരെ ടാങ്ക് അല്ലെങ്കിൽ ടാട്ര ഇതേപോലുള്ള വണ്ടികൾക്കകത്ത് ഞങ്ങൾ കുറേ വട്ടം BMP ഇതിനകത്തൊക്കെ ഞങ്ങൾ നിരവധി വട്ടം ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് കിട്ടുന്ന ആ ഒരു ആനന്ദം ഈ ഫോക്സ്വാഗൺ ടൈഗണിനകത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ വണ്ടി ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഈ വണ്ടി ഇരുന്നിട്ട് ആ സീറ്റിൽ, ഓക്കെ, ഈ സീറ്റിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആ മാരുതിക്കോ അല്ല മഹേന്ദ്രയ്ക്കോ അല്ലെങ്കിൽ ടാറ്റയോ ഒന്നും തരില്ല. ഇവർക്ക് ഈ കമ്പനിയുള്ള മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊരു ഫീലിങ്സ്, ഫോക്സ്വാഗൺ ജർമ്മൻ എന്നുള്ളൊരു ഫീലിങ്സ്. പിന്നെ ഇത് തരുന്നെങ്കിൽ ഒരു കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്ത് ഈ ഒരു ഡോർ അടയ്ക്കുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഈ വണ്ടിയുടെ പവർ എന്താണെന്ന്. വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി ഈസ് വെരി വെരി ഹൈ. വളരെ ഇഷ്ടപ്പെടും ഈ വണ്ടി. ഹൈവേയിലൂടെ ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ദില്ലി വരെ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് പോയി. ഫസ്റ്റ് ആ ഫീലിങ്സ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സൂപ്പർ എന്നെ പോലത്തെ ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റിയ ബെസ്റ്റ് വണ്ടിയാണ്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ദില്ലിയിൽ നിന്നും തിരിച്ച് കേരളത്തിലെത്തി. അതായത് വണ്ടി ഇപ്പം ഫസ്റ്റ് സർവീസ് 15,000, ഓക്കെ, 15,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കഴിഞ്ഞു. 15,000 കിലോമീറ്റർ വണ്ടി ഓടിക്കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് ആയിരുന്നു, ലാസ്റ്റ് ഡേയിൽ ഫസ്റ്റ് സർവീസും ചെയ്തു. ഫസ്റ്റ് സർവീസിനകത്ത് ഏകദേശം ഞാൻ സർവീസ് വാല്യൂ പാക്കേജ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഏകദേശം എല്ലാം ഫ്രീ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ഇൻറ്റീരിയറൊക്കെ ഒന്ന് വാഷ് ചെയ്യിപ്പിച്ചു, AC ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറച്ച് ഏകദേശം 4,000 GST അടക്കം 4,200 രൂപ അടുത്തോളം എനിക്ക് ആയി. അതൊക്കെ അത് ജെന്യുവിനാണ്. ഓക്കെ, അത്രയാകും. ബാക്കി എനിക്കൊരു സ്പെയർ പാർട്സ് മാറിയതിലോ അല്ലെങ്കിൽ സർവീസിലോ എനിക്ക് ₹1 പോലും മുടക്കേണ്ടതില്ല. സർവീസ് വാല്യൂ പാക്കേജ് എടുക്കാൻ നോക്കുക. പിന്നെ ഇതേപോലുള്ള ജർമ്മൻ കാറുകളുടെ വണ്ടികളുടെ സ്പെയർ പാർട്സിൻ്റെ വാല്യൂ ഒരല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബമ്പർ ടു ബമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ 500, 600 അല്ലെങ്കിൽ 1,000 രൂപ സംരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസിനകത്ത് നിന്ന് ഒന്നും വെട്ടിമാറ്റിക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് ആ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയ വണ്ടി ആക്സിഡൻ്റ് ആകുകയോ അല്ലെങ്കിൽ നമ്മളാൽ വേറെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നമുക്കോ സ്വന്തമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയോ ഇതിനകത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവനായി ഈ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ വരികയാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷുറൻസിൽ നിങ്ങളാരും, അത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഈ നിങ്ങളുടെ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, അത് മസ്റ്റായിട്ട് എല്ലാ മലയാളികളും എടുത്തിരിക്കണം. സോ ഞാൻ ഫോക്സ്വാഗൺ വണ്ടികൾ എടുക്കാൻ അല്ലെങ്കിൽ മടിയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയാണ്, ഈ ഒരു കംഫർട്ട് ലൈൻ ഫോക്സ്വാഗൺ ടൈഗൺ
ഓക്കെ, പുതിയ വേരിയൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ മസ്റ്റ്. അല്ലെങ്കിൽ സ്കോഡയുടെ കുഷാഗ്. ഞാൻ ഈ ഫോക്സ്വാഗൺ ടൈഗൺ തന്നെ എടുക്കണമെന്നല്ല പറയുന്നത്, സ്കോഡയുടെ കുഷാഗ് കൊടുക്കാം 1 ലിറ്റർ. 1 ലിറ്റർ ഇസ് ഇനഫ് യാർ, ഇനഫാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് വളരെ ഇനഫാണ് നമ്മളെപ്പോലെ സാധാരണക്കാരന്. ഹൈ എൻഡിങ് നിങ്ങൾക്ക് നല്ല ഹൈവേയിൽ നല്ല രീതിയിൽ സാധനം സൂ എന്ന് പറഞ്ഞാൽ കയറുന്ന, അയ്യോ ഞാൻ പറഞ്ഞില്ല എങ്ങനെ പോകുന്ന പോക്കുണ്ട്. അതിനകത്ത് നല്ല ഹിന്ദി പാട്ടുമൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ചകാന്നിരിക്കും, നല്ല സൂപ്പറായിട്ട്. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് സ്കോഡയുടെ കുഷാഗ് ആയിക്കോട്ടെ, ടൈഗൺ ആയിക്കോട്ടെ. 1 ലിറ്റർ ഇനഫാണ്. 1.5 പോകുമ്പോൾ നിങ്ങൾക്ക് പൈസ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു enthusiastic ആണ്, നിങ്ങൾക്ക് നല്ല പവർഫുള്ളാണ്. T90, BMP ഇതേപോലെയുള്ള ടാങ്കുകൾ പോകുന്നത് പോലെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അതേ ഒരു പ്രതീതിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 ലിറ്ററിലോട്ട് വരാം. 1.5 ലിറ്റർ ഞാൻ ഇതിൻ്റെ ഓടിച്ചിട്ടുണ്ട്. അത് മഖൻ എന്ന് പറയാം. ഓ പവർഫുൾ. പക്ഷെ മെയിൻ ഒരു പ്രശ്നമുണ്ട്, പെട്രോൾ വളരെ ഇഷ്യൂ ആണ്. ഇതിൻ്റെ പെട്രോൾ മൈലേജ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ നാട് നോർത്ത് ഇന്ത്യയെ പോലെയല്ല. നോർത്ത് ഇന്ത്യയിൽ ഞാൻ താമസിച്ച സമയത്ത് നമ്മുടെ ഉപയോഗം കൂടി നോക്കണം. നമ്മൾ എത്ര ഹൈവേയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നാൾ നമ്മൾ നോർമൽ റോഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഹൈവേയും ഇല്ല, നമുക്ക് നോർമൽ റോഡും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. അപ്പം നമ്മുടെ നാട്ടിലെ റോഡുകൾ ഹൈവേ ഒഴിച്ച് മറ്റുള്ള റോഡുകളെല്ലാം വളരെ 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 നല്ലതാണ്. ഞാൻ ഇന്നലെ കോട്ടയം പോയിരുന്നു, ആലപ്പുഴ പോയിരുന്നു, ചങ്ങനാശ്ശേരി, തിരുവല്ല, വൈക്കം. അത് വളരെ മോശമായിട്ട് തോന്നിയത് വൈക്കത്തു നിന്ന് ആലപ്പുഴ വരുന്ന വഴി. അത് വളരെ മോശമായിട്ട് എനിക്ക് മോശം മീൻസ് കൺജസ്റ്റഡ് ആണ്. വളരെ ബിഗിനറായിട്ടുള്ള ഒരു ഡ്രൈവറിന് വളരെ ബുദ്ധിമുട്ടും. ബാക്കി അവിടെ നിന്ന് ഇടത്തോ സൈഡിലും വളരെ ആ സൈഡിലുള്ള റോഡും വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ്. ചങ്ങനാശ്ശേരി പോകുന്ന വഴിക്ക് കൺജസ്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ച് റോഡിനൊക്കെ വീതി കൂട്ടണം. എങ്ങനെ വീതി കൂട്ടും അത് അറിയില്ല. രണ്ട് സൈഡിലും ബിസി ആയിട്ടുള്ള, അതായത് വീടുകളുണ്ട്, കടകളുണ്ട്, ഷോപ്പിങ്സുകളുണ്ട്. സോ അതൊക്കെ വളരെ ക്രിട്ടിക്കലാണ്. അതിനെക്കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. സോ മൈലേജ് എനിക്കൊരു 14-15 നമ്മുടെ റോഡ് കണ്ടീഷൻ അനുസരിച്ചാണ് 14-15 ഈ വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. അത്രേ പ്രതീക്ഷിക്കാവുള്ളൂ. അത് നിങ്ങൾ ഏത് ടർബോ എഞ്ചിൻ എടുത്തിട്ടുള്ള വണ്ടി എടുത്താലും നിങ്ങൾക്ക് അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 15-ൻ്റെ ചെക്കറിൽ നിങ്ങൾ മാരുതി എടുക്കുകയാണെങ്കിൽ മാരുതി മേ ബി 1-2 15 വരെ 16-17 ഇത്ര തരാം, 17-18 അപ്പോൾ നിങ്ങൾ ഓർക്കും ലോങ് ഡ്രൈവിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഈ വണ്ടി തരുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, മാരുതിയെ ഈ ഡോറിങ്ങനെ എടുത്തിട്ട്, മാരുതി ആയിക്കോട്ടെ, കിയ ആയിക്കോട്ടെ, അടയ്ക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഫീലിങ്സ് നിങ്ങൾക്ക് ഇത് വണ്ടി ഓടിച്ചാലേ പറ്റുള്ളൂ. സോ ഈ ഫോക്സ്വാഗൺ ടൈഗൺ അല്ലെങ്കിൽ സ്കോഡ, ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഏത് വണ്ടിയായാലും കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ഇറക്കിയിട്ടുള്ള പുതിയ മോഡൽ 2021 ശേഷം ഇറക്കിയിട്ടുള്ള മോഡൽസ് എല്ലാവരും കണ്ണടച്ച് നിങ്ങൾ വാങ്ങാം. എനിക്കൊരു ബെനിഫിറ്റ് കിട്ടി. ഏകദേശം 11,80,000 രൂപയായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് 9,50,000 രൂപ അടുത്ത് ഈ വണ്ടിക്ക് അന്ന് എനിക്ക് ഓൺ റോഡ് ആയത്. കറക്റ്റ് ഒരു വർഷമായി. സോ ഏകദേശം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാം, 2,30,000 രൂപ അടുത്തോളം എനിക്ക് ഈ വണ്ടിക്ക് ഡിസ്കൗണ്ട് കിട്ടി. സോ ഐ ആം ഫുള്ളി ഹാപ്പി. അതിനുശേഷം ഞാൻ ഏകദേശം 1,00,000 രൂപയുടെ മോഡിഫിക്കേഷൻ ഇതിനകത്ത് നടത്തി. സോ ഡാഷ് ക്യാം, ഓക്കെ, മെയിനായിട്ട് വേണ്ട സാധനം നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഓടിക്കുമ്പോൾ വേണ്ട സാധനമാണ് ഡാഷ് ക്യാം. ഈ ഡാഷ് ക്യാം ഫ്രണ്ടിലുണ്ട്, അതുപോലെ തന്നെ ഡാഷ് ക്യാം ഓക്കെ പുറകിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. പുറകിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ മസ്റ്റായിട്ട് ഇന്ത്യൻ റോഡിലുണ്ടായിരിക്കുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോൾ ഇവർക്കും നന്ദി.